Hi guys, welcome back to my YouTube channel and welcome to a new video. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളെ ബ്രൈഡൽ ഷവറാണ്. നമ്മളതെന്ന് പറയാൻ കാരണം എൻ്റെയും എൻ്റെ കസിൻ്റെയും ഉണ്ട്. ബിക്കോസ് നമ്മൾ ലൈക്ക് വെഡ്ഡിങ് വരുന്നത് ഒരു 2 weeks ഡിഫറൻസിലാണ്. അപ്പോൾ 2 പരിപാടി കൂടെ ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ കിഴുന്ന ബീച്ചിൽ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം 7:30 ബീച്ചിലായിരുന്നു. ബട്ട് അവിടെ ഇപ്പോൾ വെള്ളം കയറുന്ന സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ച് സീന് നമ്മൾ വിചാരിച്ച ആ ഒരു തീമിൻ്റെ പ്ലേസ് അവിടെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് മാറ്റി. ഇവിടെ ആകുമ്പോൾ സൗകര്യമാണ്, നമുക്ക് അടുത്താണ്, വേഗം പോയി വരാം, അങ്ങനെ കുറേ സൗകര്യങ്ങളുണ്ട്. യെസ്, അപ്പം ഇന്നത്തെ വീഡിയോ ബ്രൈഡൽ ഷവർ റിലേറ്റഡ് ആണ്. സോ ഇപ്പം രാവിലെ ആയിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ലൈക്ക് ഒരു 4 o'clock ശേഷമായിരിക്കും തുടങ്ങാൻ പരിപാടി. പിന്നെ നമ്മൾ ഇവൻറ്റ് ചെയ്യുന്നത് ബ്ലിസ് ആൻഡ് ഫ്ലെയർ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമാണ്. അവരൊരു സ്റ്റാർട്ടപ്പാണ് തുടങ്ങിയിട്ടുള്ളത്. ബട്ട് വർക്ക്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല നീറ്റാണ്, നല്ല വർക്ക്സാണ്. സോ ഇപ്പം എൻ്റെ ഓൺ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ബിക്കോസ് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇപ്പോൾ പോയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്തത് കണ്ട് നിങ്ങളോട് എനിക്ക് അത് വെച്ച് പറഞ്ഞുതരാം നല്ല നീറ്റായിട്ട്. സോ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം അവരുടെ ഡീറ്റെയിൽസ്. പിന്നെ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ എല്ലാ ഇവൻറ്റ്സും ഞാൻ ഇവിടെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഓൾസോ എൻ്റെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ടീം തന്നെയാണ് ഇന്നും വന്നിട്ട് നമുക്കൊക്കെ ബ്രൈഡൽ ഷവറിൻ്റെ എല്ലാ പരിപാടിയും ചെയ്തു തരുന്നത്. അത് ധ്യാൻ വെഡ്ഡിങ്സ് വന്നിട്ടൊരു ഫോട്ടോഗ്രാഫീൻ്റെ ടീമാണ്. അപ്പം ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. കസിൻസൊക്കെ വരുന്നുണ്ട്. കസിൻസാണ് ആക്ച്വലി ഈ ഒരു പരിപാടീൻ്റെ മൊത്തം പ്ലാനിങ്. ഇങ്ങനെ നമുക്ക് ചെയ്യാം, ഇതാണ് തീം, ഇങ്ങനെ ഇവൻ്റെ ആരോട് പറയാം, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ കേക്ക് ഞാൻ എൻ്റെ ഷീനാൻറ്റീനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എൻ്റെ എന്നാലും നല്ല ഒരുക്കിട്ടുണ്ടാക്കിയിട്ട്. അപ്പം യെസ്, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ന്യൂ. സോ ഇന്നത്തെ ബ്രൈഡൽ ഷവറിന് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സാണിത്. ഞാനും അവളും സെയിം ബ്ലാക്ക് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് സിംലെസ് ആണ്. ബാക്കി എല്ലാവരും വൈറ്റ് ഒരു ഫ്ലോറൽ ടൈപ്പ് ഫ്രോക്കാണ് വരുന്നത്. അപ്പോൾ ഞാനൊന്ന് ഡ്രസ്സപ്പ് ചെയ്യട്ടെ. ഓക്കെ, ഹായ്. ഇതാണ് അടുത്ത ബ്രൈഡ്. ഇവള് മാറ്റണം അത്ര. അത് നാണം വന്നേനെ. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ബീഫിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവർ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു, ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ മാറ്റാൻ പോയി. ഞാൻ കുറച്ച് ചോറ് തന്നു. എനിക്കിതിന് ശേഷം വേഗം ആൻറ്റീൻ്റെ വീട്ടിൽ പോകണം. ആടെയാണ് കേക്ക് ഉള്ളത്. ആൻറ്റി ആയിരുന്നു കേക്കാക്കി തന്നിട്ടുണ്ടായിരുന്നത്. സോ കേക്ക് വാങ്ങാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് പോയിട്ടോ. അപ്പം ഞാൻ ഓട്ടോ ഒക്കെ പിടിച്ചിതാ പോവാണ്. കിഴുന്ന പാറക്കാണ് പോകേണ്ടത് ആൻറ്റീൻ്റെ വീട്. അപ്പം അവിടെ എത്തി. യെസ്, ആൻറ്റി അപ്പം നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രൈഡ് ടു ബീന്ന് എഴുതിയിട്ടുണ്ടായിട്ടില്ല. ആൻറ്റി പറഞ്ഞു നീ തന്നെ എഴുതിക്കോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്നെ കൊണ്ടാണ് എഴുതിപ്പിച്ചിട്ടുണ്ടായത്. എഴുതുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം പിന്നെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് സാൻഡി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. യെസ്, അങ്ങനെ പിന്നെ ശേഷം ഞാനിതാ എഴുതാൻ പോവാണ് ബ്രൈഡ് ടു ബീ എന്നുള്ള ഒരു ഇത്.
അങ്ങനെ എഴുതേണ്ടതൊക്കെ ഞാൻ എഴുതി. പിന്നെ ആൻറ്റിയോട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പണ്ട് ആക്ച്വലി ആൻറ്റി കണ്ടിന്യൂസ് ആയിട്ട് ആക്കിക്കൊണ്ടിരുന്നായിരുന്നു കേക്ക്. ബട്ട് എപ്പോഴും ഒരിക്കൽ നിന്നപ്പോൾ പിന്നെ ആ ഫ്ലോ അങ്ങ് പോയി. പിന്നെ കുറേ കാലം ആക്കിയിട്ടില്ലായിരുന്നു കേക്ക്. ഇപ്പോൾ ഞാനൊന്ന് ആക്കി തരുമോ ചോദിച്ചപ്പോൾ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ആക്കി തന്നതാണ്. അപ്പോൾ ആൻറ്റിക്ക് നല്ല കൺഫ്യൂഷനും ലൈക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഫ്ലോപ്പായി പോകുമെന്നൊക്കെ ഉള്ളത്. പക്ഷെ കഴിക്കാനായാൽ പോലും ഈ പ്രസൻറ്റേഷൻ്റെ കാര്യത്തിലായാലും അടിപൊളിയായിട്ട് ആൻറ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ടേസ്റ്റും എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി കേക്കായിരുന്നു എന്ന്. സോ താങ്ക് യു. ഈ ബീച്ചിലാണ് നമ്മൾ പരിപാടി. അവരെടുത്ത് എന്ത് നമ്മൾ 7:30 ബീച്ചിലാക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളം കയറുന്ന സമയത്തുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ തന്നെ വന്നു. എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെയുള്ള ബീച്ചിൽ തന്നെ നമ്മൾ സെറ്റാക്കി. അതിലൂട്ടല്ല അതിലൂട്ട അപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തിയ ടൈമിൽ നമ്മളെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം ഓൾറെഡി എത്തിയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലുള്ള ഒരു സമയമായിരുന്നു. അതുകൊണ്ട് നമ്മളധികം ബീച്ചിൽ സ്പെൻഡ് ചെയ്തില്ല, കുറച്ചങ്ങോട്ട് മാറി നിന്നു. ഫോട്ടോഗ്രാഫേഴ്സ് വന്നതിന് ശേഷം ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ ഡിമ്മായ ആ ഒരു ഇതിലാണല്ലോ അവർ വരിക. അപ്പോൾ അധികം താമസിച്ചിട്ടില്ല, വേഗം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ നമ്മൾ വീണ്ടും ബീച്ചിലേക്ക് തിരിച്ചു വന്നു. അതിന് ശേഷമായിരുന്നു ഫോട്ടോഷൂട്ടും കേക്ക് കട്ടിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും. എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ മൊത്തം ഇവൻറ്റും ഞാൻ ഏൽപ്പിച്ചത് ബ്ലിസ് ആൻഡ് ഫ്ലെയർ ഇവൻറ്റ്സിനാണ്. അപ്പം അവർ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒരു പരിപാടി ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ കാണാൻ. കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവരെ കോർഡിനേഷനായാലും അവർ നമ്മളോടുള്ള ആ ഒരു ക്യാരക്ടർ ബിഹേവിയർ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല ടീമാണ്. കേക്ക് പിന്നെ ഞങ്ങളെ സ്ഥിരം പരിപാടി ഫോട്ടോസ് എടുക്കുക. നമ്മളെ ഫോണിൽ തന്നെ നമ്മൾ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഫോട്ടോ എടുക്കാനൊക്കെയാണ് വന്നത്. ബട്ട് സ്റ്റിൽ അവർ വരുന്നത് വരെ നമ്മളെ ഫോണിൽ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. വീഡിയോസും കാര്യങ്ങളെല്ലാം ചെറുതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു സംഭവം ഉണ്ടായി. അതായത് ഇപ്പോൾ അടുത്ത് വൈറലായ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതായത് ബ്രൈഡൽ ഷവർ പരിപാടിക്കിടെ ഒരു പട്ടി ഓട്ടിക്കാൻ വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. നമുക്കതുപോലെ ഒരു അനുഭവം ഉണ്ടായി. ഉടുമ്പാണ് ഇവിടെ എടുത്തു. പാമ്പല ഉടുമ്പ്. അങ്ങനെ ഞങ്ങളെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയ ശേഷം പിന്നെ ഒട്ടും ലാഗില്ലാതെ
പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഡാൻസും പാട്ടും ഒന്നും പറയണ്ട, ഫുള്ള് തിരക്കായിപ്പോയി. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എനിക്കൊരു ഐഡിയ ഇല്ല. സോ ബട്ട് വി എൻജോയ്ഡ് തെറോലി. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് ചിരിച്ച് മതിമറന്ന് ആഘോഷിച്ചിട്ടാണ് ഉണ്ടായത്. പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇരുടൊക്കെ പറ്റി സന്ധ്യ ആയപ്പോഴാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പിന്നെ പോയി. സോ ഞാനിപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് ഫുള്ള് BTS ഓഫ് ലൈക്ക് നമ്മളെ ബ്രൈഡൽ ഷവറിൻ്റെ BTS വീഡിയോസാണ്. സോ എല്ലാവരും കാണാം കേട്ടോ. നിങ്ങളെല്ലാരും അവരെ നോക്കിയാൽ നല്ല സ്മൈൽ ചെയ്തല്ല. അങ്ങനെയൊക്കെ അല്ല ഞാൻ പറയുമ്പോലെ ജസ്റ്റ് എന്തെങ്കിലും കോമിക് ആക്ടിവിറ്റി കൊടുക്കുക. ഓക്കെ നമ്മൾ ഇവന്റ് ചെയ്തിട്ടുള്ളത് ബ്ലിസ് ആൻഡ് ഫ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല സിമ്പിളായി നല്ല രസമുണ്ട്, നല്ല ഭംഗിയിൽ അവർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ.